ന്യൂസിലാൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട അൻസിക്ക് നാടിന്റെ യാത്രാമൊഴി. കൊടുങ്ങല്ലൂർ ചെയർമാൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അൻസിക്ക് അന്ത്യനിദ്ര. വേനൽ ചൂടിനെതിരെ 4 ദിവസം കൂടി ജാഗ്രത തുടരണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റി. ചെറുതുരുത്തിൽ ചുമട്ടുതൊഴിലാളിക്ക് സൂര്യാതാപമേറ്റു. മന്ത്രിയുടെ നിർദ്ദേശത്തിന് പുല്ലുവില കൽപ്പിച്ച മൃഗസംരക്ഷണ വകുപ്പ്. കുറഞ്ഞ വിലയ്ക്ക് ക്ഷീരകർഷകർക്ക് പശുക്കളെ ലഭ്യമാക്കുന്ന പദ്ധതി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ചൂപ്പുനാടയിൽ കുരുങ്ങി. ചെങ്ങാലൂർ കുട്ടാടൻ പാടത്തുനിന്ന് അനധികൃതമായി ഖനനം ചെയ്ത് കടത്തിയ കളിമണ്ണ് തിരികെ നിക്ഷേപിച്ചില്ല. സമരക്കാർക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ച ഓട്ട് കമ്പനി ഉടമയ്ക്കെതിരെ പുതുക്കാട് പഞ്ചായത്ത് കളക്ടർക്ക് പരാതി നൽകി. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ന്യൂസിലാൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട അൻസിക്ക് നാടിന്റെ യാത്രാമൊഴി. കൊടുങ്ങല്ലൂർ ചെയർമാൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അൻസിക്ക് അന്ത്യനിദ്ര. തിങ്കളാഴ്ച പുലർച്ചെ ലോകമല്ലേശ്വരത്തുള്ള ഭർത്താവ് നാസറിന്റെ വീട്ടിലും പിന്നീട് TKS പുരത്തെ സ്വന്തം വീട്ടിലും അൻസിയുടെ ഭൗതിക ശരീരം എത്തിച്ചു. 9 മണിയോടെ മേത്തല കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, ഇന്നസെന്റ് MP, UDF കൺവീനർ ബെന്നി ബെഹനാൻ, MLA-മാരായ VR സുനിൽകുമാർ, ET ടൈസൺ, നഗരസഭാ ചെയർമാൻ KR ചൈത്രൻ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അൻസിയെ അവസാനമായി കാണാൻ എത്തിയിരുന്നു. അൻസി പഠിച്ച വിദ്യാലയങ്ങളിലെ അധ്യാപകരും സഹപാഠികളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. എളന്തിക്കര ശാരദാ വിദ്യാമന്ദിറിലെ കുരുന്ന് വിദ്യാർത്ഥികൾ രക്തസാക്ഷിക്ക് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. തുടർന്ന് ചെയർമാൻ ജുമാ മസ്ജിദിൽ ഭൗതിക ശരീരം ഖബറടക്കി. ഖലീൽ ബുഖാരി തങ്ങൾ മയ്യിത്ത് നിസ്കാരത്തിനും സയ്യിദ് മുനവറലി തങ്ങൾ പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. തുടർന്ന് നടന്ന അനുശോചന യോഗത്തിൽ ചെയർമാൻ ജുമാ മസ്ജിദ് പ്രസിഡന്റ് ഡോക്ടർ PA അഹമ്മദ് സയ്യിദ് അധ്യക്ഷനായിരുന്നു. സയ്യിദ് മുനവറലി തങ്ങൾ, ഇമാം സൈഫുദ്ദീൻ അൽ ഖാസിമി, സെക്രട്ടറി SA അബ്ദുൽ ഖയ്യം എന്നിവർ സംസാരിച്ചു. ലോകമല്ലേശ്വരം പൊന്നാത്ത് അബ്ദുൽ നാസറിന്റെ ഭാര്യയും TKS പുരം കരിപ്പാക്കുളത്ത് പരേതനായ അലീബാവയുടെ മകളുമായ ആൻസി ഈ മാസം 15-ന് ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ച് ടൗണിലെ അൽനൂർ ജുമാ മസ്ജിദിൽ ജുമാ നിസ്കാരത്തിനിടയിലുണ്ടായ ഭീകരാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. ന്യൂസിലാൻഡിൽ ലിൻകോൺ യൂണിവേഴ്സിറ്റിയിൽ അഗ്രി ബിസിനസ് മാനേജ്മെന്റ് വിദ്യാർത്ഥിനിയായിരുന്നു ആൻസി. പഠനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയായിരുന്നു ദുരന്തം. ഭർത്താവ് നാസർ അവിടെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനാണ്. 1 വർഷം മുൻപാണ് നാസറും അൻസിയും ന്യൂസിലാൻഡിലേക്ക് പോയത്. TCV കൊടുങ്ങല്ലൂർ. സൂര്യാഘാതമേറ്റ സംസ്ഥാനത്ത് 3 പേർ മരിച്ച സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. സൂര്യാതാപത്തിനെതിരെ 4 ദിവസം കൂടി ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. തൃശൂർ അടക്കമുള്ള വിവിധ ജില്ലകളിൽ താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ കൊടും ചൂടിനെതിരെ പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ദുരന്ത നിവാരണ അതോറിറ്റിയും ലേബർ വകുപ്പും ജാഗ്രതാ നിർദ്ദേശവുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു. പകൽ 11 മുതൽ 3 വരെ പരമാവധി തുറസായ സ്ഥലങ്ങളിൽ തുടർച്ചയായി ഇടപഴകുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് നിർദ്ദേശം. ശരീരത്തിന്റെ താപനില ക്രമാതീതമായി ഉയരുന്നത് തലച്ചോർ, കരൾ, വൃക്ക, ശ്വാസകോശം, ഹൃദയം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കാനിടയുണ്ട്. തൊലിപ്പുറത്ത് നീറ്റലും പുകച്ചിലും നിറവ്യത്യാസവും വേദനയും പനിയും ഛർദിയുമെല്ലാമാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. വേഗത്തിലുള്ള ഹൃദയമിടിപ്പും തലവേദനയും പേശിവലിവും ബോധക്ഷയവും അനുബന്ധ ലക്ഷണങ്ങളാണ്. സൂര്യാഘാതമേറ്റാൽ കട്ടികൂടിയ വസ്ത്രങ്ങൾ നീക്കി ശരീരം തണുത്ത വെള്ളം കൊണ്ട് തുടച്ച് തണുപ്പിക്കുന്നതാണ് ഉത്തമം. തൊലിപ്പുറത്ത് പൊള്ളലേറ്റാൽ ഉപ്പുവെള്ളത്തിൽ മുക്കിയ തുണികൊണ്ട് 3 തവണ ഒപ്പിയെടുത്ത ശേഷം കലാമിൻ ലോഷൻ പുരട്ടാമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കണം. ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, കുട ഉപയോഗിക്കുക, ഉപ്പിട്ട കഞ്ഞിവെള്ളമോ ശുദ്ധമായ വെള്ളമോ ഇടവിട്ട് കുടിക്കുക, ചൂടുപാനീയങ്ങൾ ഒഴിവാക്കുക, പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക, വെയിലത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അംഗൻവാടി കുട്ടികളും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളും ജാഗ്രത പുലർത്തുകയും വെള്ളം കൈവശം വയ്ക്കുകയും കുടിക്കുകയും ചെയ്യണമെന്നും ഇതിനായി അധികൃതർ സൗകര്യമൊരുക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. തൊഴിൽ സമയം പുനഃക്രമീകരിച്ച നടപടി കർശനമായി പാലിക്കണമെന്നാണ് തൊഴിൽ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് TCV. മന്ത്രിയുടെ നിർദ്ദേശത്തിന് പുല്ലുവില കൽപ്പിച്ച മൃഗസംരക്ഷണ വകുപ്പ്. സർക്കാരിന് 1 രൂപ പോലും ചെലവില്ലാതെ ക്ഷീരകർഷകർക്ക് നേട്ടമുണ്ടാക്കുന്ന ആവശ്യം പരിഗണിക്കാൻ വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടിട്ടും നിഷേധാത്മക നിലപാടാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വീകരിച്ചതെന്ന് ആക്ഷേപം. ഇന്ത്യൻ മിലിറ്ററി ക്യാമ്പിലെ 23,600 പശുക്കളെ വിൽക്കുന്നുവെന്ന അറിയിപ്പ് 2018 ഓഗസ്റ്റ് മാസത്തിലാണ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചത്. ഇന്ത്യൻ മിലിറ്ററിയുടെ കീഴിലുള്ള 39 ഫാമുകളിലെ പശുക്കളെയാണ് വിൽക്കാൻ തീരുമാനിച്ചത്. ശരാശരി 1,32,000 രൂപ വരെ വിലയുള്ള പശുക്കളെ വെറും 1,000 രൂപയ്ക്കാണ് വിൽക്കാൻ തീരുമാനിച്ചത്. ശരാശരി 15 മുതൽ 25 ലിറ്റർ വരെ പാൽ ലഭിക്കുന്ന
ഫ്രീഷ്വാൾ ഇനത്തിലുള്ള കറവ പശുക്കളെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തിനും ലഭ്യമാകുമായിരുന്നു. ഇതിനായി മിലിറ്ററി മുന്നോട്ടുവെച്ച പ്രധാന നിർദ്ദേശം സർക്കാരിന്റെ ഔദ്യോഗിക കത്ത് വേണമെന്നായിരുന്നു. 1000 രൂപയ്ക്ക് ലഭിക്കുന്ന പശുവിന് സംസ്ഥാനത്ത് എത്തിച്ചു നൽകുമ്പോൾ പരമാവധി 20,000 രൂപയെ വില വരുമായിരുന്നുള്ളൂ. മിലിറ്ററി ഫാമിൽ നിന്ന് പശുക്കളെ വിൽക്കുന്നതറിഞ്ഞ് 2018 ഡിസംബർ 30 വകുപ്പ് മന്ത്രി കെ രാജുവിന് സമഗ്ര ക്ഷീര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് CN ദിൽകുമാർ, സെക്രട്ടറി TR വിജയരാഘവൻ, ട്രഷറർ KV രാജു എന്നിവർ നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു. മന്ത്രിക്ക് അങ്ങനെ ഒരു ഓർഡർ തരാൻ അധികാരമില്ല എന്നാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് മന്ത്രി വീണ്ടും ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞ് വേറൊരു ഓർഡർ അതിൻ്റെ പുറത്ത് എഴുതി തന്നു. ഞങ്ങൾ പലതവണ മുഖ്യമന്ത്രിയെ പോയി കണ്ടിരുന്നു, മന്ത്രി സുനിൽകുമാറിനെ കണ്ടിരുന്നു. ഇവരൊക്കെ ഞങ്ങൾക്ക് വളരെ അനുകൂലമായിട്ട് ആറ്റിറ്റ്യൂഡ് എടുത്തിട്ട് പോലും പ്രിൻസിപ്പൽ സെക്രട്ടറി ഞങ്ങൾക്ക് ഒരുവിധ സഹായവും ചെയ്തു തന്നില്ല എന്ന് മാത്രമല്ല ഇന്ന് വരെ ഞങ്ങൾക്ക് ആ ഓർഡർ കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അനുമതി പത്രം നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ കുറിപ്പെഴുതി വകുപ്പ് അധികാരികൾക്ക് മന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിയുടെ ഉറപ്പ് വിശ്വസിച്ച കർഷക സംഘം പശുക്കളെ കൊണ്ടുവരാനുള്ള തുടർ നടപടികളുമായി മുന്നോട്ടുപോയി. പിന്നീട് മന്ത്രിയുടെ കുറിപ്പിൽ എന്തു നടപടിയായെന്ന് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കണ്ട ജനുവരി 16 അന്വേഷിച്ചെങ്കിലും നിഷേധാത്മക മറുപടിയാണ് ലഭിച്ചതെന്ന് സംഘം ഭാരവാഹികൾ ആരോപിക്കുന്നു. പൂനെയിലെ പിബ്രി പശുഫാമിൽ നിന്ന് പശുക്കളെ കൊണ്ടുവരാൻ എല്ലാ സജ്ജീകരണങ്ങളും സമഗ്ര ക്ഷീര കർഷക സംഘം ഒരുക്കിയിരുന്നു. മണ്ണുത്തി വെറ്ററിനറി സർവകലാശാല 100 പശുക്കളെ കൊണ്ടുവരാൻ 1,00,000 രൂപ നൽകിയെങ്കിലും കത്ത് ലഭിക്കാത്തതിനാൽ സാധിച്ചില്ല. ഇതര സംസ്ഥാനങ്ങൾ അവർക്കാവശ്യമുള്ള പശുക്കളെ വാങ്ങിക്കഴിഞ്ഞു. ആദ്യമായി മഹാരാഷ്ട്ര സർക്കാരാണ് 3200 പശുക്കളെ വാങ്ങിയത്. ഗോവ, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാരുകളും ആവശ്യമായ പശുക്കളെ വാങ്ങി. ഇനി അവശേഷിക്കുന്നത് ജമ്മു ക്യാമ്പിലെ ഏതാനും പശുക്കൾ മാത്രമാണെന്ന് കർഷക സംഘം നേതാക്കൾ വ്യക്തമാക്കുന്നു. പാലുൽപാദനത്തിൽ പ്രളയം വരുത്തിയ കുറവ് ഒരു പരിധിവരെ കുറയ്ക്കാൻ സർക്കാരിന് ലഭിച്ച അവസരം തട്ടിത്തെറിപ്പിച്ചുവെന്നാണ് ആക്ഷേപമുള്ളത്. എന്നാൽ ഇത്രയും പശുക്കളെ ഒരുമിച്ച് കൊണ്ടുവരാൻ സർക്കാരിന് സാഹചര്യമില്ലെന്നും സ്വകാര്യ സംഘടനയ്ക്ക് അനുമതി നൽകാൻ തടസ്സമുണ്ടെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. TCV മാള. ചെങ്ങാലു കുട്ടാടൻ പാടത്ത് നിന്ന് അനധികൃതമായി ഖനനം ചെയ്ത് കടത്തിയ കളിമണ്ണ് തിരികെ നിക്ഷേപിക്കാത്ത ഓട്ട് കമ്പനി ഉടമയ്ക്കെതിരെ പുതുക്കാട് പഞ്ചായത്ത് കളക്ടർക്ക് പരാതി നൽകി. ചുങ്കം കാഞ്ഞൂരിൽ പ്രവർത്തിക്കുന്ന മേരി റാണി ഓട്ട് കമ്പനി ഉടമ മഞ്ഞളി ഡേവിസിനെതിരെയാണ് പരാതി. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് അനധികൃതമായി ഖനനം നടത്തിയതിന് കമ്പനി ഉടമയ്ക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് പഞ്ചായത്തിന്റെ ആവശ്യം. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് ഓട്ട് കമ്പനി ഉടമയുടെ സ്വന്തം സ്ഥലമായ തണ്ണീർത്തടത്തിൽ നിന്ന് വ്യാപകമായി കളിമൺ ഖനനം നടത്തിയത്. സംഭവം അറിഞ്ഞ പഞ്ചായത്ത് അധികൃതർ പാടത്തുനിന്ന് കടത്തിയ മണ്ണ് ഓട്ട് കമ്പനിയിൽ കണ്ടെത്തിയിരുന്നു. ഖനനം ചെയ്ത കളിമണ്ണ് തിരികെ നിക്ഷേപിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി ശിവരാജിന്റെ നേതൃത്വത്തിൽ കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ഓട്ട് കമ്പനിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. സമരത്തെ തുടർന്ന് കമ്പനിയുടമ കളിമണ്ണ് തിരികെ നിക്ഷേപിക്കാമെന്ന് അധികൃതർക്ക് ഉറപ്പ് നൽകി. എന്നാൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ നൽകിയ ഉറപ്പ് പാലിക്കാതായതോടെയാണ് പഞ്ചായത്ത് അധികൃതർ പരാതിയുമായി മുന്നോട്ടു പോയത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏകകണ്ഠമായ തീരുമാനത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി ശിവരാജൻ, വൈസ് പ്രസിഡന്റ് PV ജെൻസൺ, അംഗങ്ങളായ ബേബി കീടായിൽ, തോബി തോട്ടിയാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം കളക്ടർക്കും SP-ക്കും നേരിട്ട് പരാതി നൽകിയത്. TCV ന്യൂസ്, പുതുക്കാട്. അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ട കാർ മതിൽ ഇടിച്ച് തകർത്തു. സ്കൂൾ വിദ്യാർത്ഥികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. എറിയാട് കമ്മ്യൂണിറ്റി ഹാളിന് സമീപം രാവിലെയായിരുന്നു അപകടം. നിയന്ത്രണമില്ലാതെ വന്ന കാർ റോഡരികിലെ മതിലിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു. അപകട സമയത്ത് റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന 2 പെൺകുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു പെൺകുട്ടി കാറിനടിയിൽപ്പെട്ടുവെങ്കിലും നിസ്സാര പരിക്കോടെ രക്ഷപ്പെടുകയായിരുന്നു. സംഭവസ്ഥലത്തിനടുത്തുള്ള വീട്ടിലെ CCTV ക്യാമറയിൽ അപകട ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് മോട്ടോർ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചിരുന്നു. പാവറട്ടി മനപ്പടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. പാലക്കാട് സ്വദേശി പടിക്കപ്പറമ്പിൽ ഷമീറിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. ചാവക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഷമീറിനെ പാവറട്ടി സാന്റ് ജോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാടാനപ്പള്ളി അഞ്ചങ്ങാടിയിൽ തീപിടുത്തത്തിൽ വീട് കത്തിനശിച്ചു. ബദ്രിയ റോഡിൽ താമസിക്കുന്ന പുതിയ വീട്ടിൽ സുലേഖയുടെ ഓലമേഞ്ഞ വീടാണ് ഭാഗികമായി കത്തിനശിച്ചത്. തീപിടുത്ത സമയത്ത് വീട്ടിൽ ആളില്ലായിരുന്നു. അടുക്കളയുടെ ഭാഗത്തു നിന്നാണ് തീ പടർന്നതെന്ന് കരുതുന്നു. വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും കത്തിനശിച്ചു. നാട്ടുകാരും നാട്ടിക ഫയർഫോഴ്സും ചേർന്ന് തീ അണയ്ക്കുകയായിരുന്നു.
ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. ഒരുമനയൂർ മൂന്നാംകല്ല് ഫെറിയിൽ റോഡിനടിയിലൂടെ കടന്നുപോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ഒരാഴ്ചയായി വെള്ളം പാഴായിട്ടും പരിഹാരം കാണാതെ അധികൃതർ. വെള്ളം പുറത്തേക്ക് ഒഴുകിയതോടെ നാട്ടുകാർ വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ വാട്ടർ അതോറിറ്റി അധികൃതർ ഉടൻ തന്നെ പരിഹാരം കാണാമെന്ന ഉറപ്പ് നൽകി പോയതല്ലാതെ ഇതുവരെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം പാഴായിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസം മുൻപ് ഉദ്ഘാടനം കഴിഞ്ഞ കരുവന്നൂർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പാണ് ഇവിടെ പൊട്ടിയതെന്നാണ് കരുതുന്നത്. ഇതിനു മുൻപ് 4 ഇടങ്ങളിലായി കരുവന്നൂർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായിരുന്നു. ഇനിയും പ്രശ്നപരിഹാരമായില്ലെങ്കിൽ സമരവുമായി രംഗത്ത് വരാനാണ് നാട്ടുകാരുടെ തീരുമാനം. 4 തവണ നിർമ്മാണ ഉദ്ഘാടനം നടന്നിട്ടും കാറളം പഞ്ചായത്തിലെ കല്ലട ഹരിപുരം റോഡിന്റെ നിർമ്മാണം ഇതുവരെ ആരംഭിച്ചില്ല. മൺപാതയായിരുന്ന റോഡ് 1992 ടാർ ചെയ്തത്. അതിനുശേഷം 26 വർഷമായിട്ടും ഇതുവരെ ഒരുവിധ അറ്റകുറ്റപ്പണികളും റോഡിൽ നടന്നിട്ടില്ല. കഴിഞ്ഞ വർഷക്കാലത്ത് റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയായതോടെ നാട്ടുകാർ പിരിവെടുത്ത് റോഡിൽ മണ്ണടിച്ചിരുന്നു. റോഡ് പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. പഞ്ചായത്തിലെ മറ്റ് റോഡുകളുടെ നവീകരണം പൂർത്തിയായപ്പോഴും ഈ റോഡിനോട് അവഗണന തുടരുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ദേശമംഗലം ആറങ്ങോട്ടുകര പ്രദേശങ്ങളിൽ കാടുകളിൽ തീപിടുത്തം. ദേശമംഗലം ക്രഷറിനോട് ചേർന്നുള്ള എസ്റ്റേറ്റിലാണ് തീപിടുത്തമുണ്ടായത്. ആറങ്ങോട്ടുകര ഏഴുമങ്ങാട് തോരക്കുന്നത്തിന് സമീപത്താണ് വൻതോതിൽ മറ്റൊരു തീപിടുത്തമുണ്ടായത്. പുലർച്ചയോടെ കൂടിയാണ് ഈ പ്രദേശത്ത് തീ ഉയരുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഏറെ നേരത്തെ ശ്രമഫലമായാണ് തീയണച്ചത്. വെള്ളമില്ലാത്ത നാട്ടിൽ കുടിവെള്ളക്കര കുടിശ്ശികയ്ക്ക് കണക്ഷൻ റദ്ദാക്കൽ നോട്ടീസ്. പ്രതിഷേധവുമായി നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി. അഴീക്കോട് പടന്ന പ്രദേശത്തുകാർക്കാണ് വാട്ടർ അതോറിറ്റി ഡിസ്കണക്ഷൻ നോട്ടീസ് നൽകിയിട്ടുള്ളത്. മാസങ്ങളായി ശുദ്ധജല ക്ഷാമം അനുഭവപ്പെടുന്ന മേഖലയിലുള്ളവർ വെള്ളക്കരം അടച്ചില്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കും എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. വാട്ടർ അതോറിറ്റിയുടെ നടപടിയിലും കുടിവെള്ളക്ഷാമത്തിലും പ്രതിഷേധിച്ച് നാട്ടുകാർ നാരായണമംഗലത്തെ ഓഫീസിൽ സമരവുമായി എത്തി. മുൻ പഞ്ചായത്ത് അംഗം PJ ഫ്രാൻസിസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ലൈസ സേവ്യർ, PJ ജോഷി, PK മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ചർച്ചയിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി നടപടി സ്വീകരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ സിന്ധു ഉറപ്പു നൽകി. പോലീസും റവന്യൂ വകുപ്പും തെരഞ്ഞെടുപ്പിന്റെ നെട്ടോട്ടത്തിലായതിന്റെ ആനുകൂല്യം മറയാക്കി മാള മേഖലയിൽ മണ്ണെടുപ്പും നെൽവയൽ നികത്തലും വ്യാപകമായി. അനമനട പഞ്ചായത്തിലെ മേലടൂർ ഭാഗത്ത് നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണ് നെൽവയൽ നികത്തുന്നത് എന്നാണ് ആരോപണം. പാടശേഖരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഏറെക്കുറെ നികത്തിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സഹായം നൽകുന്നതാണ് മണ്ണെടുപ്പിനും നികത്തലിനും സഹായകരമായ നിലപാട് സ്വീകരിക്കാൻ ഇടയാക്കുന്നതെന്നും ആരോപണമുയരുന്നുണ്ട്. വിദ്യാലയത്തിലും ദേവാലയത്തിലും വരാൻ ആദ്യം യോഗ്യയായത് ഋതുവായ പെണ്ണാണെന്ന് ഘോഷിച്ച എഴുത്തച്ഛൻ എന്തുകൊണ്ടാണ് നവോത്ഥാന നായകരേഖയ്ക്ക് പുറത്തു നിർത്തപ്പെട്ടത് എന്നറിയില്ലെന്ന് പ്രമുഖ വാഗ്മി AP അഹമ്മദ് മാസ്റ്റർ പറഞ്ഞു. ഗുരുവായൂർ സമത്വ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ മതം, ആത്മീയത, വാണിജ്യവൽക്കരണവും സാംസ്കാരിക പിന്നടത്തവും എന്ന വിഷയത്തെക്കുറിച്ച് നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ ME സ്ക്വയറിൽ നടന്ന സെമിനാറിൽ RV റാഫി അധ്യക്ഷത വഹിച്ചു. PI ആന്റോ, P അജിത്, KC തമ്പി, K ഗോവിന്ദദാസ് എന്നിവർ സംസാരിച്ചു. സെമിനാറിന് ശേഷം സംവാദവും ഉണ്ടായിരുന്നു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CPIയിലെ ഉദയ് തോട്ടപ്പള്ളി സ്ഥാനം രാജിവെച്ചു. LDF ധാരണ പ്രകാരമാണ് രാജി. 2 വർഷം പ്രസിഡന്റ് സ്ഥാനം വഹിച്ച KV അശോകൻ രാജിവെച്ചതിനെ തുടർന്ന് 2017 ഡിസംബർ 22 ഉദയ് തോട്ടപ്പള്ളി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്. ധാരണ പ്രകാരം 15 മാസമാണ് പ്രസിഡന്റ് പദവിയിൽ തുടർന്നത്. നിലവിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CPMലെ PN ജ്യോതിലാലിനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്.
6 പതിറ്റാണ്ടിലേറെ കുറുമാലിക്കാവിൽ കോമരമായ ഗോവിന്ദൻകുട്ടി നായർ അശീതി നിറവിൽ. തട്ടകത്തമ്മയുടെ കോമരത്തിന് ഭക്തിയാദരമൊരുക്കി ഭക്തർ. ചെമ്പട്ടുടുത്ത് പള്ളിവാളും ചിലമ്പും അരമണിയും കിലുക്കി 16 വയസ്സ് മുതൽ കുറുമാലിക്കാവിലമ്മയ്ക്ക് കോമരം തുള്ളുകയാണ് ഗോവിന്ദൻകുട്ടി നായർ. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട ഗോവിന്ദൻകുട്ടി നായർ അശീതിയുടെ നിറവിലാണ്. അമ്മാവന്റെ മരണത്തോടെയാണ് കുറുമാലിക്കാവിലെ കോമരമാവുക എന്ന നിയോഗം ഗോവിന്ദൻകുട്ടിയിൽ വന്നുചേർന്നത്. 80-ാം വയസ്സിലും ഭഗവതിയുടെ വാളും ചിലമ്പുമേന്തുകയാണ് ഗോവിന്ദൻകുട്ടി നായർ. കുറുമാലിക്കാവ് ക്ഷേത്രം ചങ്കരങ്കോത കർത്താക്കന്മാരുടെ ഉടമസ്ഥതയിലായിരുന്ന സമയത്താണ് ഗോവിന്ദൻകുട്ടി നായർ വെളിച്ചപ്പാടായി അവരോധിക്കപ്പെടുന്നത്. പിന്നീട് ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. ചാലക്കുടി, അന്നമനട, പുത്തൻചിറ, അവിട്ടത്തൂർ, ആറാട്ടുപുഴ എന്നിവിടങ്ങളിലും ക്ഷേത്ര തട്ടക പ്രദേശങ്ങളിലും അരനൂറ്റാണ്ടിലേറെയായി ഗോവിന്ദൻകുട്ടി നായരും സംഘവും കാൽനടയായി സഞ്ചരിച്ചാണ് ഭഗവതിയുടെ പറയെടുക്കുന്നത്. ഭദ്രകാളി ക്ഷേത്രങ്ങളിലും പുരാതന കുടുംബങ്ങളിലും നടത്തിവരുന്ന അനുഷ്ഠാന കലയായ പാന ഗോവിന്ദൻകുട്ടി നായർ നിരവധി വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അശീതി പ്രണാമമായി കുറുമാലിക്കാവ് ഊട്ടുപുരയിൽ ഗോവിന്ദൻകുട്ടി നായർക്ക് ഭക്തർ ആദരമൊരുക്കി. കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള അടന്തമേളത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് ക്ഷേത്ര കവാടത്തിൽ നിന്നും സ്വീകരണവും സുവർണമുദ്ര സമർപ്പണവും നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം CK മധു, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PK ശെൽവരാജ്, കവി രാപ്പാൾ സുകുമാര മേനോൻ എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, പുതുക്കാട്. അബുദാബിയിൽ നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഭാരോദ്വഹനത്തിൽ വെങ്കല മെഡൽ നേടിയ തിരുവല്ലാമല സ്വദേശി രാഹുലിന് നാടിന്റെ അഭിനന്ദനം. മണ്ണാർക്കാട് വിയക്കുറിശി ഫെയ്ത്ത് ഇന്ത്യ സ്പെഷ്യൽ സ്കൂളിനെയാണ് രാഹുൽ പ്രതിനിധീകരിച്ചത്. ഈ മാസം 14 മുതൽ 21 വരെയായിരുന്നു അബുദാബിയിൽ വേൾഡ് സ്പെഷ്യൽ ഒളിമ്പിക്സ് നടന്നത്. പവർ ലിഫ്റ്റ് വിഭാഗത്തിൽ സ്കോട്ട്, ഡെഡ് എന്നീ ഇനങ്ങളിലായിരുന്നു രാഹുൽ പങ്കെടുത്തത്. തിരുവല്ലാമല മാലതി മന്ദിരത്തിൽ രഘുനാഥിന്റെയും പ്രീതയുടെയും മകനാണ്. ഫെയ്ത്ത് ഇന്ത്യ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകൻ ആന്റണിയായിരുന്നു പരിശീലകൻ. സംസാര വൈകല്യമുള്ള രാഹുലിന് സർക്കാർ ജോലിയാണ് ലക്ഷ്യം. കാഴ്ചയിൽ കൗതുകവും വായിൽ മധുരവും നിറച്ച് കടപ്പുറം പുതിയങ്ങാടി കറുപ്പം വീട്ടിൽ നഫ്രുവിന്റെ വീട്ടിൽ മുന്തിരിവള്ളികൾ പൂത്തുതളിർത്തു. വീടിന്റെ ടെറസിന് മുകളിൽ ഇപ്പോൾ മുന്തിരിക്കുലകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൗതുകത്തിനായി 2.5 വർഷം മുൻപാണ് വീട്ടുകാർ ചാവക്കാട് പാലയൂരിലെ നഴ്സറിയിൽ നിന്ന് ഒരു മുന്തിരിത്തൈ വാങ്ങിയത്. തൊട്ടടുത്ത GFUP സ്കൂളിലെ ടീച്ചർ മറ്റൊരു തൈ കൂടി നൽകി. വീടിന്റെ ടെറസിന് മുകളിൽ പ്രത്യേക പരിചരണം നൽകി വളർത്തിയതോടെ 2 മുന്തിരിത്തൈകളും പടർന്നു പന്തലിച്ചു. വളമായി ചാണകം നൽകിയും എല്ലാ ദിവസം നനയ്ക്കുകയും ചെയ്തായിരുന്നു പരിചരണം. നഫറു ഷാർജയിലായതിനാൽ മുന്തിരി തൈകൾക്ക് ഭാര്യ റംലയും മക്കളായ നസീഫും നിസയുമാണ് സംരക്ഷണം നൽകിയിരുന്നത്. ചൂട് കൂടിയ പ്രദേശങ്ങളിൽ വളർത്തിയെടുക്കാൻ പ്രയാസമുള്ള മുന്തിരിക്ക് റംലയും മക്കളും സൂക്ഷ്മതയോടെയുള്ള പരിചരണമാണ് നൽകിയത്. മുന്തിരിവള്ളികളിൽ പൂവിട്ട് അധികം കഴിയും മുൻപേ ചെടികൾ നിറയെ കായ്കൾ നിറഞ്ഞു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ മുന്തിരി വിളവെടുപ്പിന് പാകമാകും. കഴിഞ്ഞ 2.5 വർഷത്തെ ക്ഷമയോടെയുള്ള കാത്തിരിപ്പ് വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം. പിന്നെ വളം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വളമൊന്നുമില്ല. തുടങ്ങുന്ന സമയത്ത് തന്നെ കുറച്ച് എല്ലുപൊടിയും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഓൾറെഡി അത് കുഴിച്ചിട്ടിട്ടാണ് ആ വളം ബേസ് ആയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ 3 മാസം കൂടുമ്പോൾ ചാണകം ഇട്ട് കൊടുക്കും. അതന്നെ ഇതിന് മെയിനായിട്ട് വളമുള്ളൂ. പിന്നെ ഈ ഓരോ ഇലകൾ വാടിയതും ഇതൊക്കെ വെട്ടിക്കൊടുക്കും. അങ്ങനെ ഒരു പരിചരണം മാത്രം ഇതിന് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. TCV ന്യൂസ്, ചാവക്കാട്. പൊള്ളുന്ന വേനൽ ചൂടിൽ ഉപഭോക്താക്കൾക്കും പൊതുജനങ്ങൾക്കുമെല്ലാം ഏറെ ആശ്വാസകരമാകുകയാണ് കല്യാൺ സിൽക്സിലും കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലും ഒരുക്കിയിരിക്കുന്ന സൗജന്യ സംഭാര വിതരണം. പാലസ് റോഡിലെ കല്യാൺ സിൽക്സിന് മുന്നിൽ പ്രത്യേക കൗണ്ടറിലാണ് സൗജന്യ സംഭാര വിതരണം സജ്ജമാക്കിയിരിക്കുന്നത്. അനുദിനം ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്ന സംഭാരം വടക്കേ സ്റ്റാൻഡിന് സമീപത്തെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലും ഒരുക്കിയിട്ടുണ്ട്. ഹൈപ്പർ മാർക്കറ്റിന് മുന്നിൽ പ്രത്യേക കൗണ്ടറിൽ സംഭാരത്തിന്റെ കുളിർമ ഏവർക്കും സൗജന്യമായി ആസ്വദിക്കാം. വ്യത്യസ്തങ്ങളായ ഫ്രഷ് ജ്യൂസുകളും ഐസ്ക്രീമുകളും മറ്റ് കൂൾ ഡ്രിങ്ക്സുകളും എല്ലാമൊക്കെയായി കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ ജ്യൂസ് ഷോപ്പും കുളിർമയേകും അനുഭവമാണ് സമ്മാനിക്കുന്നത്. കടുത്ത വേനലിൽ ദാഹിക്കുന്നവർക്ക് കുടിനീർ നൽകുന്നതിനായി എരുമപ്പെട്ടി SYS സാന്ത്വനം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൺകൂജ സ്ഥാപിച്ചു. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ സ്ഥാപിച്ച കുടിവെള്ള വിതരണത്തിന്റെ ഉദ്ഘാടനം മാധ്യമ സാമൂഹ്യ പ്രവർത്തകൻ റഷീദ് എരുമപ്പെട്ടി നിർവഹിച്ചു. SYS യൂണിറ്റ് പ്രസിഡന്റ് KA ഹൈദർ അധ്യക്ഷത വഹിച്ചു. സാന്ത്വനം ചെയർമാൻ MM ഇല്യാസ്,
കൺവീനർ MY കബീർ, ഭാരവാഹികളായ PS ഷഹീൻ, KA നിസാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യയെ മോദി ഭരണം തകർത്തതായി മുൻ മഹാരാഷ്ട്ര ഗവർണർ K. ശങ്കരനാരായണൻ അഭിപ്രായപ്പെട്ടു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു അധ്യക്ഷനായി. അനിൽ അക്കര MLA, സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് ഗുരുവായൂർ മേഖലയിൽ സ്ഥാപിച്ച പ്രചാരണ ബോർഡുകളും ചുമരെഴുത്തുകളും പോസ്റ്ററുകളും നീക്കം ചെയ്തു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം ആന്റി ഡിസ്പേസ്മെന്റ് സ്ക്വാഡാണ് ഇവ നീക്കം ചെയ്തത്. പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച 100 കണക്കിന് പോസ്റ്ററുകളാണ് നീക്കം ചെയ്തത്. ഇവ നീക്കം ചെയ്യാൻ ആവശ്യമായ ചിലവ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ചെലവിൽ ഉൾപ്പെടുത്തുമെന്ന് സ്ക്വാഡ് അംഗങ്ങൾ പറഞ്ഞു. അസിസ്റ്റന്റ് കളക്ടർ പ്രേംകൃഷ്ണന്റെ നേതൃത്വത്തിൽ റവന്യൂ ജൂനിയർ സൂപ്രണ്ട് രാജേഷ് മാരാത്ത്, KD രേണുക തുടങ്ങിയവരാണ് സ്ക്വാഡിലുണ്ടായിരുന്നത്. UDF കടപ്പുറം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. തെക്കരകത്ത് കരീം ഹാജി അധ്യക്ഷത വഹിച്ചു. അനിൽ പുളിക്കൻ, MA അബൂബക്കർ ഹാജി, PK ബഷീർ എന്നിവർ സംസാരിച്ചു. മണ്ണമ്പേട്ട വരാക്കരയിൽ UDF ലോക്സഭാ സ്ഥാനാർത്ഥി TN പ്രതാപന്റെ പോസ്റ്ററുകൾ വ്യാപകമായി തീവെച്ച് നശിപ്പിച്ചു. വരാക്കര നീന്തൽക്കുളത്തിന് സമീപത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കെട്ടിയ പോസ്റ്ററുകളാണ് റോഡിലിട്ട് തീവെച്ച് നശിപ്പിച്ചത്. സംഭവത്തിൽ UDF നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. അളഗപ്പ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വരന്തരപ്പള്ളി പോലീസിൽ പരാതി നൽകി. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന്റെ നാട്ടിക നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. എടമുട്ടം സെൻട്രൽ നിന്നായിരുന്നു മണ്ഡലത്തിലെ പര്യടനം തുടങ്ങിയത്. തുറന്ന ജീപ്പിലെത്തിയ സ്ഥാനാർത്ഥിക്കൊപ്പം ഗീതാ ഗോപി MLAയും ഉണ്ടായിരുന്നു. LDF നേതാക്കളായ അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, KV പീതാംബരൻ, PR വർഗീസ്, MR ദിനേശൻ തുടങ്ങിയവരും പര്യടനത്തിന് നേതൃത്വം നൽകി. തൃശൂർ ലോക്സഭ UDF സ്ഥാനാർത്ഥി TN പ്രതാപന് തെരഞ്ഞെടുപ്പിന് കെട്ടിവെക്കാനുള്ള തുകയിലേക്ക് മഹിളാ കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി സംഭാവന നൽകി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മേഴ്സി ജോയ്, മീര ഗോപാലകൃഷ്ണൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശൈലജ ദേവൻ എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത്. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തയിലേക്ക്. UDF നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൃപ്രയാറിൽ ബാലചന്ദ്രൻ വടക്കേടത്ത് ഉദ്ഘാടനം ചെയ്തു. TN പ്രതാപനിലൂടെ തൃശൂർ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് ബാലചന്ദ്രൻ വടക്കേടത്ത് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KA ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ, അനിൽ പുളിക്കൽ, K ദിലീപ് കുമാർ, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P ബിനു, CA മുഹമ്മദ് റഷീദ് എന്നിവർ സംസാരിച്ചു. ചേലക്കര നിയോജക മണ്ഡലം UDF കൺവെൻഷൻ KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ PM അമീർ അധ്യക്ഷനായിരുന്നു. അനിൽ അക്കര MLA, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KS ഹംസ, UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, ജില്ലാ കൺവീനർ KR ഗിരിജൻ തുടങ്ങിയവർ സംസാരിച്ചു. UDF വലപ്പാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV മോഹനൻ അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് TU ഉദയൻ, VR വിജയൻ, AN ജയ്കോ എന്നിവർ സംസാരിച്ചു. ഐക്യജനാധിപത്യ മുന്നണി ഗുരുവായൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാലൻ വാർനാട്ട് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി TN പ്രതാപൻ, നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ശൈലജ ദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജാജി മാത്യു തോമസിന്റെ നാട്ടിക മണ്ഡലത്തിൽ ആദ്യഘട്ട പര്യടനം നടന്നു. കർഷക തൊഴിലാളികളും തൊഴിലുറപ്പ് തൊഴിലാളികളുമായ 100 കണക്കിന് സ്ത്രീകൾ മുദ്രാവാക്യ വിളികളോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. പെരിങ്ങോട്ടുകരയിൽ ഗീതാ ഗോപി MLAയും പങ്കെടുത്തു. അന്തിക്കാട്, താന്യം, ചാഴൂർ പഞ്ചായത്തുകളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പര്യടനം ഊരകത്ത് സമാപിച്ചു.
കഴിഞ്ഞ 5 വർഷം 1754 കോടി രൂപയുടെ വികസനമാണ് ചാലക്കുടി മണ്ഡലത്തിൽ നടപ്പാക്കിയതെന്നും ഇതൊരു ചരിത്രമാണെന്നും LDF സ്ഥാനാർത്ഥി ഇന്നസെന്റ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ മാളയിൽ സംസാരിക്കുകയായിരുന്നു ഇന്നസെന്റ്. തുറന്ന വാഹനത്തിലെത്തിയ സ്ഥാനാർത്ഥിക്കൊപ്പം VR സുനിൽകുമാർ MLA ഉണ്ടായിരുന്നു. M രാജേഷ്, TP രവീന്ദ്രൻ, KV വസന്തകുമാർ, സോന K കരീം, CR പുരുഷോത്തമൻ തുടങ്ങിയവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ PK ബിജു എരുമപ്പെട്ടി, കടങ്ങോട് പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. കോട്ടപ്പുറത്ത് പ്രശസ്ത വാദ്യകലാകാരൻ പരക്കാട് തങ്കപ്പൻ സ്ഥാനാർത്ഥിയെ പൊന്നാടയണിയിച്ചു. LDF നേതാക്കളായ S ബസന്തലാൽ, OB സുബ്രഹ്മണ്യൻ, K അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്തിൽ സ്വീകരണത്തിന് LDF നേതാക്കളായ PS പ്രസാദ്, UR ഗിരീഷ്, KR രൂപേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പന്നിത്തടം, ഏയാൽ, ചിറമനേങ്ങാട് പ്രദേശങ്ങളിൽ നടന്ന സ്വീകരണത്തിന് ഫ്രാൻസിസ് കൊളന്നൂർ, PS പുരുഷു എന്നിവർ നേതൃത്വം നൽകി. UDF പെരിഞ്ഞനം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് V ബലറാം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KC പ്രദോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ, MK അബ്ദുൾ സലാം, CC ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ പ്രതിഷേധവുമായി മുൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന ഷീല പത്മനാഭൻ. തന്നെ മാനസികമായി അപമാനിച്ച DCC സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കാത്ത DCC പ്രസിഡന്റിനെ ഷീല പത്മനാഭൻ വിമർശിച്ചു. അപമാനിക്കപ്പെട്ട ഭരണമോ സ്വാധീനമോ ഇല്ലാത്ത തന്നെ പോലുള്ളവർക്ക് നീതി നിഷേധിക്കുന്നതാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ത്രീ സുരക്ഷ എന്നും ഇവർ ചോദിക്കുന്നു. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പരാതി നൽകിയിരുന്നു. സംഘടന തന്നെ കൈവിട്ടിരിക്കുകയാണ്. ഇനിയും തനിക്ക് നീതി നിഷേധിച്ചാൽ തൃശൂർ തേക്കിൻകാട്ടിൽ പ്രതിഷേധ സമരം ആരംഭിക്കുമെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. D-Power സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്കായുള്ള പ്രത്യേക തൊഴിൽ പരിശീലന പരിപാടി അഞ്ചേരിയിൽ നടന്നു. പരസഹായമില്ലാതെ ജീവിക്കുന്നതിനുള്ള വരുമാന മാർഗം കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പദ്ധതിയിൽ LED ബൾബ്, കുട, പേപ്പർ, പേന, ഫയൽ, ഓർണമെന്റ്സ് എന്നിവയുടെ നിർമ്മാണത്തിലാണ് പരിശീലനം നൽകിയത്. എട്ടുമന പറൂപ്പാടത്തെ കൊയ്ത്തുത്സവം ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ് ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി തരിശായി കിടന്നിരുന്ന പറൂപ്പാടത്ത് തുടർച്ചയായ 3ാം വർഷമാണ് കൃഷി ഇറക്കി 100 മേനി വിളവ് നേടുന്നത്. പഞ്ചായത്ത് അംഗം KR സിദ്ധാർത്ഥൻ അധ്യക്ഷനായിരുന്നു. കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് മെമ്പർ KA പ്രേമരാജൻ, സഹകരണ ബാങ്ക് ഡയറക്ടർ VG റോയ്, VB ഉദയൻ എന്നിവർ സംസാരിച്ചു. വികലാംഗ അസോസിയേഷൻ മുണ്ടൂർ യൂണിറ്റിന്റെ 3ാം വാർഷികം ആഘോഷിച്ചു. CMI ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ വാൾട്ടർ തേലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് CV പിയൂസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ വിജോ നീലങ്കാവിൽ, കൈപ്പറമ്പ് മഹൽ ഇമാം ഉസ്മാൻ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി PF ബൈജു, ജില്ലാ പ്രസിഡന്റ് R രമേശൻ, CV കുര്യാക്കോസ്, രാജു തോപ്പിൽ, നാരായണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന് വ്യത്യസ്ത പ്രചാരണവുമായി ചിത്രകാരന്മാർ ഒത്തുകൂടി. തലക്കോട്ടുകര ചന്തപ്പടിയിലെ പൊതുകിണറിന്റെ മതിലിൽ ചിത്രങ്ങൾ വരച്ച മോടിക്കൂട്ടിയാണ് നാടക പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ജലം അമൂല്യമാണ്, മാലിന്യ വിമുക്ത, ശുചിത്വ കേരളം എന്നീ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് കിണറിനെ അലങ്കരിച്ചിരിക്കുന്നത്. ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ സഹായത്തോടെയാണ് ഗ്രാമകം സംഘാടക സമിതി പൊതുകിണർ മോടി പിടിപ്പിച്ചത്. ചിത്രകാരന്മാരായ ജ്യോതിലാൽ, ശർമ്മജി, പ്രശാന്ത്, ബാലൻ എന്നിവർ ചിത്രരചനയ്ക്ക് നേതൃത്വം നൽകി. വേലൂരിലെ പ്രശസ്തരായ ചിത്രകാരന്മാരും നാടക പ്രവർത്തകരും പ്രചരണത്തിൽ പങ്കെടുത്തു. വെങ്കടങ്ങ് തണ്ടഴിപ്പാടം വയൽ ദേവീക്ഷേത്രത്തിൽ ഉത്സവം ആവേശമായി. ക്ഷേത്രത്തിൽ നടന്ന പൂജാകർമ്മങ്ങൾക്ക് ആലപ്പുഴ ചക്കാമഠത്തിൽ സുധീഷ് കാർമ്മികത്വം വഹിച്ചു. കുങ്കുമം, മഞ്ഞൾപ്പൊടി, പാൽ, ഇളനീർ എന്നിവ കൊണ്ടുള്ള അഭിഷേകങ്ങൾ നടന്നു. അന്നദാനത്തിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ദേവിക്ക് രൂപക്കളം, കളപ്പാട്ട്, ഗുരുതി എന്നിവയും നടന്നു. VK ഗോപാലന്റെ രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് CPMന്റെ നേതൃത്വത്തിൽ പെരിഞ്ഞനത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം K ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KK ആബിദലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KV പീതാംബരൻ, TK രമേശ് ബാബു, KK സച്ചിത്, KV രാജേഷ് എന്നിവർ സംസാരിച്ചു.
തിപ്പിലശ്ശേരി കോടതിപ്പടിയിൽ വീട്ടുകിണറ്റിൽ വീണ കാട്ടുപന്നിയെ രക്ഷപ്പെടുത്തി. മഞ്ഞക്കാട്ട് രാജന്റെ വീട്ടിലെ കിണറ്റിലാണ് കാട്ടുപന്നി വീണത്. എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തി പന്നിയെ കരക്കെത്തിച്ചു. 13 വയസ്സ് തോന്നിക്കുന്ന പന്നി 200 കിലോയോളം ഭാരം വരുമെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചിറമനേങ്ങാട് നെല്ലിക്കുന്ന് ഹിക്മിയ മദ്രസയിൽ നടന്നുവരുന്ന മജ്ലിസ് ഉന്നൂറിന്റെ 1ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം തലങ്ങാട്ടേരി മഹല് പ്രസിഡന്റ് അൽഹാജ് അൽവി മാസ്റ്റർ നിർവഹിച്ചു. സിറാജുദ്ദീൻ ഫൈസി മണ്ണാറക്കാട് അധ്യക്ഷത വഹിച്ചു. മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MH നൌഷാദ്, സക്രിയ നിസാമി, വി കുഞ്ഞുഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. ഏപ്രിൽ 19, 20 തീയതികളാണ് മജ്ലിസ് ഉന്നൂർ നടക്കുന്നത്. കയ്പമംഗലം വഴിയമ്പലം ഐരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടികയറി. ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്. കലവറ നിറയ്ക്കൽ AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ വേലായുധൻ പോണത്ത്, സുരേഷ് പള്ളത്ത്, VS രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 30-നാണ് ഉത്സവം. ചെറുതുരുത്തി പനമണ്ണ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സതിര സംഗീത സഭ 6ാം വാർഷിക ആഘോഷം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. N ചെല്ലപ്പൻ അധ്യക്ഷത വഹിച്ചു. ഗാനരചയിതാവിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ BK ഹരിനാരായണൻ മുഖ്യാതിഥിയായിരുന്നു. KB മുരളീധരൻ, മണികണ്ഠൻ കവളപ്പാറ, ചന്ദ്രശേഖരൻ കോട്ട് എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ചൊവ്വാഴ്ച കൊടികയറും. വെള്ളിയാഴ്ച വലിയ വിളക്ക് ദിവസം പത്മശ്രീ പെരുമനം കുട്ടന്മാരാരുടെ വിശേഷാൽ തായമ്പകയും ശനിയാഴ്ച പഴുവിൽ രഘുമാരാരുടെ മേളവും ഉണ്ടായിരിക്കും. വാദ്യകലാ സമിതി പ്രസിഡന്റ് അന്തിക്കാട്ട് പത്മനാഭൻ, രക്ഷാധികാരി E രമേശൻ, ഷാജി, സജേഷ് കുറുവത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ന്യൂസിലാൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട അൻസിക്ക് നാടിന്റെ യാത്രാമൊഴി. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അൻസിക്ക് അന്ത്യനിദ്ര. വേനൽ ചൂടിനെതിരെ 4 ദിവസം കൂടി ജാഗ്രത തുടരണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റി. ചെറുതുരുത്തിയിൽ ചുമട്ടുതൊഴിലാളിക്ക് സൂര്യാതാപമേറ്റു. മന്ത്രിയുടെ നിർദ്ദേശത്തിന് പുല്ലുവില കൽപ്പിച്ച മൃഗസംരക്ഷണ വകുപ്പ്. കുറഞ്ഞ വിലയ്ക്ക് ക്ഷീരകർഷകർക്ക് പശുക്കളെ ലഭ്യമാക്കുന്ന പദ്ധതി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ചൂപ്പുനാടയിൽ കുടുങ്ങി. ചെങ്ങാലൂർ കുട്ടാടൻ പാടത്തുനിന്ന് അനധികൃതമായി ഖനനം ചെയ്ത് കടത്തിയ കളിമണ്ണ് തിരികെ നിക്ഷേപിച്ചില്ല. സമരക്കാർക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ച ഓട്ട് കമ്പനി ഉടമയ്ക്കെതിരെ പുതുക്കാട് പഞ്ചായത്ത് കളക്ടർക്ക് പരാതി നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.